ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തെ ലാരൻസിലാണ് ഇരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ടെക്നോ പാർക്കിലാണ്. കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് തലയിൽ ഭയങ്കരമായിട്ടൊരു ഹെയർ ലോസ് ആയിരുന്നു. അത് ഞാൻ കുറച്ച് നാൾ എബ്രോഡൊക്കെ പോയപ്പോഴത്തേനും ഉണ്ടായി വന്നതാണത്. ഫ്രണ്ടിലും കുറേ മുടി പോയി തുടങ്ങി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി. ബാക്കിലൊക്കെ നല്ല വെയിലത്തൊക്കെ അടിക്കുമ്പോൾ നല്ല തിളങ്ങുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് ലാരൻസിനെ കുറിച്ചും ബാക്കിയുള്ള കുറച്ച് അറിയപ്പെടുന്ന ക്ലിനിക്കുകളെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പ്ലാന്റിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒരുപാട് മുടി കൊഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും സജസ്റ്റ് ചെയ്ത ട്രാൻസ്പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഒരുപാട് പോകാതിരിക്കാൻ വേണ്ടി ബേസിക്കലി എല്ലാവരും കുറച്ച് അറിയപ്പെടുന്ന ഒരു ക്ലിനിക്കിൽ പോയി. അവിടുന്ന് എനിക്ക് ഫസ്റ്റ് സജസ്റ്റ് ചെയ്തത് ഒരു 4500 ഗ്രാഫ്റ്റ് വെച്ചിട്ട് ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാൻ അഡ്വാൻസും കൊടുത്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ കുറച്ച് ലാഡൻസിറ്റയുടെ കുറച്ച് അധികം വീഡിയോസും പിന്നെ കുറച്ച് ഫ്രണ്ട്സ് അധികമായിട്ട് സജസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഒന്നിൽ കൂടുതൽ സജഷൻസ് എടുക്കണമല്ലോ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കിന് ഒരു ഡിഫറൻറ്റ് അനുഭവമായിരുന്നു ഇത്. ആദ്യം തന്നെ എന്നോട് പറഞ്ഞത് കുറച്ച് റൂട്ട് ഉണ്ട് എന്നാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. കുറച്ച് റൂട്ട് ഉണ്ട്, അത് മൊത്തത്തിൽ പോയിട്ടില്ല. PRP നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PRP സജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് കറക്റ്റായിട്ട് നടക്കുമോ? കാരണം മറ്റിടത്ത് പോയപ്പോഴത്തേക്ക് എനിക്ക് ട്രാൻസ്പ്ലാന്റ് ആണ് സജസ്റ്റ് ചെയ്തത്. 4500 ഗ്രാഫ്റ്റ് ആണ് വേണ്ടത്. പിന്നെ എന്തായാലും ഒരു റിസ്ക് എടുക്കുക ചെയ്തത്. അപ്പോൾ ഒരു പാക്കേജ് ഇവിടെ ഉണ്ട്. ഒരു 6 PRP കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തു. അപ്പോൾ 3 months ഞാൻ ഈ PRP കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്തു. ഒരു 21 to 35 ഡേയ്സിനകത്ത് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ്. അതിനുശേഷം ഒരു 4ാമത്തെ ഡോക്ടർ പറഞ്ഞ കണക്ക് ഒരു 4ാമത്തെ ഒരു PRP ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നുള്ളത്. കാരണം എൻ്റെ ഈ ഒരു ക്രൗൺ ഏരിയയിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആസ് ഓഫ് നോ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇനിയിപ്പോൾ 5th ആണ് ഇപ്പോൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. താങ്ക്സ് അലോട്ട് ഫോർ ലാഡൻസിറ്റ്. ഐ എം സൂപ്പർ ഹാപ്പി.